മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ല. വല്ലാത്തൊരു തലവേദന. ഈ തല നനച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മേ വല്ലപ്പോഴെങ്കിലും ഒന്ന് കുളിക്കണം. പിന്നെ നീയാണല്ലോ എല്ലാ ദിവസവും കുളിക്കുന്നത്, ഞാനല്ലേ എല്ലാ ദിവസം തല നനച്ച് കുളിക്കുന്നത്. വേമിണ്ട അവിടെ ഇരുന്നോട്ടാ. ചേച്ചിക്ക് കിട്ടാനുള്ളത് കിട്ടിയപ്പോ സന്തോഷമായി. അതല്ല, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇവിടെ എന്തിനെ ഇരിക്കുന്നത്? എനിക്ക് പഠിക്കാനൊന്നുമില്ല അമ്മേ, എല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു. നീ എല്ലാം പഠിച്ചെന്ന് എനിക്കറിയാം, കാരണം നിനക്ക് എല്ലാത്തിനും വട്ടപ്പൂജയല്ല. അമ്മ എന്നെ എല്ലാപ്പോഴും കളിയാക്കണത്. ഞാൻ വട്ടപ്പൂജ ഒന്നല്ല മേടിക്കണത്, എല്ലാത്തിനും എനിക്ക് ഫസ്റ്റാ. അല്ലാട്ടമ്മേ ഇവിടുത്തെ എല്ലാത്തിനും ഇവരെ ഏറ്റവും ലാസ്റ്റ്. എല്ലാവർക്കും ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ നീ എപ്പോഴും ചീത്ത പറയണത്. നിന്നെ ഇഷ്ടം ആരാ പറഞ്ഞേ? എനിക്ക് നിന്നെ മാത്രം ഇഷ്ടമുള്ളൂ പോരെ. എന്ത് പറയുമ്പോഴത്തേക്ക് ഒരു കരച്ചില്, എന്തൊരു കഷ്ടമാണിത്. ശരി അമ്മേ, എന്ത് പറഞ്ഞാലും അപ്പൊ ഇവർക്ക് കരച്ചിൽ വരും. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നീ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ യുദ്ധം ഉണ്ടാക്കാനുള്ള പുറപ്പെടാനാ? എന്റെ പൊന്നോ, ഞാൻ പോവാണ്. എന്താ മോളെ ഇവിടെ കരച്ചിൽ പോകണൊക്കെ? ഒന്നുമില്ലമ്മേ, അതെ ഈ കുട്ടികൾ അങ്ങോട്ടും കൂടെ പറഞ്ഞ് വെറുതെ കരയണത്. അമ്മ അവിടെ ഇരിക്കി. വെറുതെ അവർ കരയില്ലല്ലോ, നീ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാവും. അതെ അച്ഛമ്മേ, ഈ അമ്മ എന്നെ വഴക്ക് പറയണത്, എന്നെ എപ്പോഴും ഇങ്ങനെ പറയും. അതൊക്കെ തങ്ങമണി, നീ കുട്ടികളെ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയണത്? എന്റെ അമ്മയെ അമ്മക്ക് അറിയാൻ പാടാത്ത ഒരു സ്വഭാവം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ ഇവർ കരയും, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അമ്മേ. എന്ത് ചെയ്യാനാ ഇവരിങ്ങനെ ആയിപ്പോയി അമ്മേ. പോട്ടെ മോളെ, മോള് കരയണ്ട. അച്ഛമ്മ ഇവിടെ ഉണ്ടല്ലോ, മോളെ എന്തിനാ പേടിക്കണേ? അല്ലെങ്കിൽ ഇവിടെ എന്താ യുദ്ധക്കളാണ്? തങ്കമണി നീ പറഞ്ഞോ? ഒന്നുമില്ലമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല. മോൾ കരയണ്ട, മോൾ എന്തായാലും അപ്പുറം പോയി പഠിക്കിച്ചല്ലേ. അച്ഛമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ പോവാം. മോളെ നീ അവിടെ നിന്നേ. എന്താമ്മേ? നിന്നോട് ഇവിടെ വന്നിട്ട് എനിക്ക് മര്യാദക്കൊന്നും വർത്താനം പറയാൻ പോലും പറ്റില്ല. നീ അവിടെ ഇരിക്കി. അമ്മേ ഞാൻ ആലോചിക്കാറുണ്ട്. അമ്മ ഇവിടെ വന്നിട്ട് അമ്മയുടെ അടുത്തൊന്നും ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഒരു സമയം എനിക്ക് കിട്ടില്ല. ഒന്നാമത് ഭയങ്കര തിരക്കല്ലേ അമ്മേ, എന്തൊക്കെ പണികളാ. പണിയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയാ നേരം വർത്താനം പറയാൻ? അതല്ല തങ്കമണി, നിന്നെ കഴിച്ചിട്ടുള്ള മാലന്റെ. അതോ, അത് ഞാൻ ഊരി വെച്ചേക്കമ്മേ, കുളിക്കാൻ നേരത്തെ ഊരി വെച്ചതാ. നിന്റെ മാല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പുറത്തുള്ള അയലക്കാർക്കൊക്കെ ഇഷ്ടമായി അമ്മേ, നല്ല മാലയെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടന് ഈ മാലയൊക്കെ മേടിക്കാനൊക്കെ നല്ലോണം അറിയാം. അപ്പൊ ഞാൻ പോയാലും അത്രയും നല്ലതൊന്നും കിട്ടുമൊന്നുമില്ല. അല്ലെങ്കിൽ അവൻ എന്റെ മോനല്ലേ. അതെ, അമ്മയുടെ എല്ലാ നല്ല ഗുണവും കിട്ടിയിട്ടുണ്ട് ചേട്ടന്. അതില്ലാതിരിക്കാൻ വഴിയില്ലല്ലോ. അമ്മയുടെ കഴിച്ചു കിടക്കുന്ന മാല എത്ര പവനാ അമ്മേ? നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് നിനക്ക് ഓർമ്മയില്ലേ? അവൻ കുറച്ച് വർഷം മുമ്പ് കൊണ്ടുവന്നതാ, കുറെ നാളായി അവനത് തന്നിട്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്ന്. ശരിയാ, ചേട്ടൻ മേടിച്ചെന്ന മാലയല്ലേ ഇത്? ഇതിപ്പോ ഇതിന്റെ ഒരു പഴക്കമായിട്ടുണ്ട്. ഇതിന്റെ ഞാനൊന്നും കൂടി കളർ ഒപ്പിച്ചതാ. സ്വർണ്ണാണെങ്കിലും ഒന്നുകൂടി കളർ ഒപ്പിച്ചാലാണ് നല്ല പുതുക്കായിട്ടിരിക്കുള്ളൂ. ഞാനപ്പോ കടയിൽ കൊണ്ടുപോയി ഒന്ന് കളറൊക്കെ ഒപ്പിച്ച്. എന്തായാലും നല്ല സെലക്ഷനാ ചേട്ടന്റെ. ഈ തവണ അവൻ വേറെ മാലയൊന്നും കൊണ്ടുവന്നില്ല അല്ലേ? ഇല്ലമ്മേ, ഈ ഒരു മാല മാത്രമേ കൊണ്ടുവന്നുള്ളൂ. കാരണം കുറെ പൈസയൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ. എന്നാലും അവന്റെ പെങ്ങൾക്ക് ഒരു മാല കൊണ്ടുവന്നില്ലല്ലോ, അതെന്താണോ എനിക്കോ അവന് പറ്റിയത്? ഈ മാല കൊണ്ടില്ലാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. അത് ചേട്ടന് ചിലപ്പോൾ പൈസ തികഞ്ഞിട്ടുണ്ടാവില്ല അമ്മേ, അതായിരിക്കും. അതൊക്കെ പോട്ടെ. ഇന്നെന്താ രാത്രി ഫുഡിന്? അത് ഞാനേ ചിക്കൻ വെള്ളത്തിലിട്ടുണ്ടമ്മേ, അത് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എനിക്ക് വേഗം കഴിക്കണം, എനിക്ക് ഗുളിയൊക്കെ കഴിക്കാനുള്ളത്, അതുകൊണ്ട് എനിക്ക് നേരത്തെ കഴിക്കണം. എന്നാൽ നീ പോയി ഫുഡ് ഉണ്ടാക്കി വെച്ചല്ലേ? എന്നാ ശരിയമ്മേ, ഞാൻ ചെന്നേ ഫുഡ് ഉണ്ടാക്കാം. അതെ, നീ അവിടെ നിന്നേ. എന്താമ്മേ, ഈ മുടി നിനക്കൊന്ന് കെട്ടി വെക്കാൻ പാടില്ലേ? ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോണില്ലേ? അവനെ മുടിയൊക്കെ ചാടിയല്ല. അത് ഞാൻ ഇപ്പൊ തന്നെ കെട്ടി വെക്കാമേ. എന്താ ചെയ്യാനാ, കുറച്ചു നാളും കൂടി ഇവിടെ നിക്കാം. ഇതാരാണ്? ഇതായിരിക്കും അവിടെ അച്ഛമ്മ വന്നിട്ട് പറഞ്ഞത്. മിണ്ടിക്കാൻ ഇങ്ങനെ വർത്താൻ പറഞ്ഞിരിക്കേണ്ടി വരും. വേഗം അവിടെ മുറിയിലേക്കാം. ഇതാരാണ് പോയി പോണത്? ഹലോ അവിടെ നിന്നേ. അയ്യോ കണ്ട്. ഏതാ, എന്താണ് കാര്യം? എവിടേക്കാ പോണത്? അതെ, ഞാനേ അച്ഛമ്മ ഇവിടെ ഇപ്പുണ്ടായിരുന്നാ. ഞാൻ ഈ പിങ്കിമോളുടെ അടുത്തേക്കൊണ്ടാ. പിങ്കിമോളുടെ അടുത്തേക്കൊണ്ടാ. അപ്പൊ ഞാൻ ഇവിടെ ഒരാൾ ഇവിടെ ഇരിക്കുന്നത് നിനക്ക് കാണാൻ പാടില്ലേ? അച്ഛമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല അച്ഛമ്മേ. ഈ മത്തങ്ങ പോലത്തെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? പിന്നെ കാണാണ്ടാ? അയ്യോ, ഇത് മത്തങ്ങയല്ല, ഇത് നല്ലോണം സൂപ്പറായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഗ്ലാസ്സാ. അതെനിക്ക് മനസ്സിലായി. എന്താ കാര്യം? പിങ്കിമോളെ കാണണമെങ്കിൽ വീട്ടിലൊന്ന് ബെല്ലടിക്കണ്ടേ? ഞാനെപ്പോഴും ഇങ്ങനെ വരാറ്. ഇവിടുത്തെ കുഴപ്പമാണ്, ഇവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ല. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ വളർത്തുന്നത്. ഞാൻ തങ്കമണിയെ ഒന്ന് കാണട്ടെ. അയ്യോ, അമ്മേനെ കാണണ്ട. ഞാനേ അമ്മേനോട് നേരത്തെ പറഞ്ഞത് ഞാൻ വരുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നേരത്തെ വന്ന് ബെല്ലൊക്കെ അടിക്കണം, എന്നിട്ട് കുട്ടിയെ പുറത്തേക്ക് വിളിക്കാൻ പറയണം. അതെന്താ വീട്ടിലേക്ക് ആരും അറിയാതെ കയറിപ്പോണത്? അയ്യോ, ഈ അമ്മൂമ്മ തെറ്റിദ്ധരിച്ചില്ല. അമ്മൂമ്മേ, ആരെ അമ്മൂമ്മ? അല്ല, അച്ഛമ്മ. ഇനി അച്ഛമ്മേനെ സോപ്പിട്ട ബാക്കി കാര്യമുള്ളൂ. അല്ല, അച്ഛമ്മയുടെ കൈ കിടക്കുന്ന മാല കാണാൻ എന്ത് ഭംഗിയാ. ഈ മാലയിട്ടപ്പോ തോന്നുന്നു അച്ഛമ്മ കുറച്ചുകൂടി സുന്ദരിയായത്. മോനെ, അതെല്ലാരും പറയും. അയ്യേ, ഇതെന്ത് ചിരി? ഇങ്ങനെ ചിരിക്കും ആൾക്കാർ. മോനെ ഇവിടെ വാ, മോനെ ഇവിടെ ഇരിക്കി. എങ്ങോട്ടൊക്കെ പോണത്? കുറച്ചേരം നമുക്ക് ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാന്ന്. ഇത്ര കാര്യം ഉണ്ടായുള്ളൂ. എന്നാ ഒന്നുകൂടി പൊക്കിയേക്കാം. അല്ല, ഈ ഇങ്ങനെ തലമുടി ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അമ്മൂമ്മ. അല്ല അച്ഛമ്മ, ഇതൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തന്നെ? അച്ഛമ്മേനെ കണ്ടെങ്കിൽ പ്രായമൊന്നും തോന്നില്ല. ഒരു എത്ര തോന്നും മോനെ എന്നെ കണ്ട? 10-90 വയസ്സ് തോന്നിക്കുന്ന ഒരു അമ്മൂമ്മയാണത്. എന്താ ചെയ്യാനാ, പൈസ കുറച്ച് പറയാം, അല്ലാതെ രക്ഷയില്ല. അമ്മൂമ്മേ, സോറി അച്ഛമ്മേ, കൂടി വന്ന അച്ഛമ്മക്ക് ഒരു 10-35 വയസ്സ്, അത്രേ ഉള്ളൂ, അത് കൂടൂല. എനിക്കറിയാം, എനിക്കൊരു 30 വയസ്സേ തോന്നിക്കുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. 35 വയസ്സ് തോന്നിക്കുന്ന ഒരു പ്രായം.